ഹായ്. ദൈനംദിന ഭക്ഷണ രീതികൾ നിങ്ങളെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ? എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ശീലമാക്കൂ. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്കൊരു അമേരിക്കൻ സാലഡ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബ്രിക്കോളി, ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റ്, ചെറിയ ക്യാബേജ്, ഒരു ഓണിയൻ, ഒരു ക്യാപ്സിക്കം, ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അമേരിക്കൻ സാലഡ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഓക്കെ. ആദ്യം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രിക്കോളിയാണ്, ഇത് ചെറുതായി പിഞ്ചി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ആണ് ഒഴിക്കുന്നത്. ജസ്റ്റ് 1 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം ഈ ഊറ്റിയെടുക്കുക. ഇനി പാൻ ചൂടായി വരുമ്പോൾ ചെറിയൊരു പോർഷൻ ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യാരറ്റാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള മയോണൈസാണ് തയ്യാറാക്കുന്നത്. അതിനായി കുതിർത്ത വെള്ളക്കടല 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് ഒരു കഷ്ണം പച്ചമുളക്, 2 വെളുത്തുള്ളി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ഇനി നമ്മൾ ക്യാരറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് ബ്രൊക്കോളി അതേപോലെ തന്നെ ക്യാപ്സിക്കം മാത്രമാണ്. ഇത് വെറും ഒരു 1/2 മിനിറ്റ് മാത്രം ചൂടായതിനു ശേഷം നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് മയോണൈസ് നമ്മൾ ചേർക്കുകയാണ്. മയോണൈസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് നാരങ്ങ നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാം. സാലഡ് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. ഈ മയോണൈസ് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ഒഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് വ്യത്യാസപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ പച്ചമുളകിന് പകരം നമ്മൾ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റൊക്കെ ഒന്ന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഓക്കെ, ബൈ. അപ്പോൾ ഈ വെജിറ്റബിൾ സാലഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ശീലമാക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.